Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ നമ്മൾ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരാണ് How to സീരീസ്. നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു സീരീസിലൂടെ ഞാൻ കാണിക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെ ഒരു പ്രൈമർ ഇടാം, ഒരു കൺസീലർ എങ്ങനെ അപ്ലൈ ചെയ്യാം, കോമ്പാക്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഫൗണ്ടേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെ നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം, കളർ കറക്റ്റ് എങ്ങനെ ചെയ്യാം, കൺസീലർ എങ്ങനെ അപ്ലൈ ചെയ്യാം ആൻഡ് കോമ്പാക്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും കണ്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐബ്രോസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ശരിക്കും നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഒരു ഐബ്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് വലിയ ഒരു മാറ്റം തന്നെയാണ് നമ്മൾ ഐബ്രോസ് മാത്രം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐബ്രോസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പം ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ടെക്നീക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ 1-2 പ്രോഡക്റ്റ് മാത്രം മതി. നമുക്ക് പൗഡേർഡ് ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, നമുക്ക് പെൻസിൽ ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് കിട്ടും, നമുക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റും കിട്ടും. ഇതിപ്പോ മാലിയോന്റെ ഒരു ഐബ്രോ കേക്കാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇങ്ങനെ ഒരു കേക്ക് ഫോമിലാണല്ലോ. ഇങ്ങനത്തെ എടുക്കുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും, ഒരുപാട് പ്രോഡക്റ്റ് വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ടൂൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഐബ്രോ കിറ്റ് ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു ബ്രഷ് കിട്ടും. ആ ബ്രഷിന്റെ ഒരു സൈഡിൽ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ആയിരിക്കും. കണ്ടില്ലേ, ഇത് ഇങ്ങനെ സ്ലാന്റിങ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു സ്പൂളിയും കിട്ടുന്നുണ്ട്. ഈ സ്പൂളി ശരിക്കും ഒരുപാട് നല്ലതാണ് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. കറക്റ്റ് നമുക്കൊരു ഷേപ്പ് കിട്ടും നമ്മൾ ഐബ്രോസ് ഈ ഒരു സ്പൂളി വെച്ചിട്ട് യൂസ് ചെയ്താൽ. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോ കിറ്റിൽ സ്പൂളി കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്പൂളി വാങ്ങിച്ച് വെക്കുക. കാരണം സ്പൂളി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാനിപ്പം ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്പൂളി എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ബ്ലാക്ക് കളർ ഐബ്രോയുടെ പ്രോഡക്റ്റ് എടുക്കരുത്. കാരണം ബ്ലാക്ക് എടുത്ത് കഴിയുമ്പോൾ ഓഫീസിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരച്ചു കൊടുക്കില്ല, അതുപോലെ തോന്നും. അപ്പം നമ്മുടെ ഐബ്രോസിന് ഒരു കളർ ഉണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ഐബ്രോസ് ആണെങ്കിൽ സ്ലൈറ്റ് ബ്രൗൺ കളറാണ്. അപ്പം ഞാനൊരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയണമല്ലോ. ആദ്യമേ തന്നെ നമുക്ക് സ്പൂളി വെച്ചിട്ട് ഒന്ന് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സ്പൂളി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ഐബ്രോസ് ഗ്രോത്ത് അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ ഐബ്രോസ് എന്ന് പറയാനായിട്ട് ഞാൻ ത്രെഡിങ് ചെയ്തിട്ട് കുറേ നാളായി. കാരണം കണ്ടെയ്ൻമെൻറ്റ് സോണിലൊക്കെ ഇരിക്കുന്ന കാരണം ഒരു വഴിയില്ല ഐബ്രോസ് ചെയ്യാനായിട്ട്. ആൻഡ് ഞാൻ എൻ്റെ ഐബ്രോസിൽ ഞാൻ സ്വയം പണിയാറില്ല. അത് കാരണമാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് കുഴപ്പമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നല്ലൊരു പാലറ്റാണ് കേട്ടോ. ഇതിൽ ഈ ഒരു കളർ ആൻഡ് ഈ ഒരു കളറുകൂടെ മിക്സ് ചെയ്യുന്ന സെൻസ് ഒരുപാട് ടോയ്ക്കല്ല, ഒരു തവണ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുള്ളൂ, അത്രമാത്രം. കുറച്ചൊന്ന് ആക്സസ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളയും. സോ ദാറ്റ് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ആദ്യമേ തന്നെ നമ്മുടെ ഐബ്രോസിൽ വേണ്ടാത്തതാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങി നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ തുടങ്ങണ്ട. നമ്മൾ കുറച്ച് ബാക്കിലായിട്ട് വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാണ് വേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യമേ ഔട്ട്ലൈൻ ചെയ്തിട്ട് പിന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. സെയിം തന്നെയാണ് നമ്മുടെ ഐബ്രോസിന്റെ കേസിൽ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് ഹാൻഡഡ്ലി വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ,
എൻ്റെ ഈ ഒരു സ്പൂളി വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് താഴോട്ട് ബ്രഷ് ചെയ്യാണ്. താഴോട്ട് ബ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയും ഔട്ട്ലൈൻ ചെയ്യണമെന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഔട്ട്ലൈൻ ചെയ്യാണ്. ഇനി ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത്. ഇപ്പം എൻ്റെ കുറച്ച് ആർച്ച് പോലത്തെ ഷേപ്പാണെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ഔട്ട്ലൈൻ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വരച്ചു കൊണ്ടുപോകാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയാണോ ഗ്യാപ്പ് തോന്നുന്നത് അവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എനിക്ക് വലിയ ഗ്യാപ്പ് ഇല്ലാത്തത് കാരണം എനിക്ക് ഒരുപാട് ഫില്ല് ചെയ്യേണ്ടി വരുന്നില്ല. എനിക്ക് ജസ്റ്റ് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമാണ് എനിക്ക് നന്നായിട്ട് ഗ്യാപ്പ് ഉള്ളത്. ഇതിപ്പോ നമുക്ക് കറക്റ്റ് നമ്മുടെ ഐസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഏത് ഐബ്രോ ആണ് ഫില്ല് ചെയ്തേക്കുന്നുള്ളത്. പക്ഷെ ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റും ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി പ്രോഡക്റ്റ് എന്താണോ നമ്മുടെ ബ്രഷിലുള്ളത് എക്സ്ട്രാ ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും, ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ബ്രഷിൽ പ്രോഡക്റ്റ് ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ജെന്റൽ സ്ട്രോക്സ് കൊടുത്തിട്ട് വേണം ഫ്രണ്ടിലെ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട്. ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ ഐബ്രോസ് ഇരിക്കുന്നത്, അതായത് മേളിലോട്ടായിരിക്കുമല്ലോ, അപ്പൊ ആ മേളിലോട്ട് വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഡിഫറൻസ് നമുക്കിവിടെ രണ്ട് ഐബ്രോസ് തമ്മിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ എല്ലാ ഗ്യാപ്പിലും ഒന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അതാണ് നമ്മൾ ഈ ഒരു സ്പൂളിയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. കണ്ടില്ലേ എത്ര വ്യത്യാസമാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത്. ഇനി ഞാൻ എൻ്റെ മറ്റേ ഐബ്രോയും കൂടെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതിപ്പോൾ ഞാൻ രണ്ട് ഐബ്രോസും എൻ്റെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് നല്ലൊരു നമ്മുടെ ഫേസ് തന്നെ ഒന്ന് ഫില്ലായതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യണമെന്നും മസ്റ്റ് ആയിട്ടും പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ഒരുപാട് റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ കൈ ഒന്ന് വഴങ്ങണമെന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പാർട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഐബ്രോസ് ഇങ്ങനെ നീറ്റ് ആൻഡ് ഒരുപാട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അത് ടോട്ടലി നിങ്ങളുടെ ഓപ്ഷൻ ആണ് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഐബ്രോസ് മാത്രം ഫില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കൺസീലറിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നോർമലി ഇങ്ങനെ തന്നെ പോവാം. അപ്പൊ കണ്ടില്ലേ എത്ര എളുപ്പത്തിലും ആൻഡ് എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പഠിച്ചത് അല്ലേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കോമന്റ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പൊ നമുക്കിനി അടുത്ത നമ്മുടെ ഹൗ ടു സീരീസിന്റെ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.